ഇവിടെ ശിവഭഗവാൻ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുകയാണ് എന്നാണ്. ഇവിടെ നിങ്ങളുടെ ഓറ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പോലും മനസ്സിലാവത്തില്ല, പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഓറയും നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറിയെന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാതിരുന്നത് ഇതുവരെ? എന്താണ് ഇനി കാണാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച്, നിങ്ങളുടെ ആ ഒരു ഗുഡ് ലുക്കിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു എപ്പോഴും എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഗുഡ് ലുക്കായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ അതിന് വേണ്ടി എഫേർട്ട്സ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗുഡ് ലുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഗുഡ് ലുക്കായിട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇനി അങ്ങോട്ട് ആഗ്രഹിക്കുക, അതിന് വേണ്ടി എഫേർട്ട്സ് എടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഗ്രോ ആയാലേ നിങ്ങളുടെ അടുത്തേക്ക് പൈസയും എല്ലാം വരികയുള്ളൂ. നിങ്ങൾ ആദ്യം ഗ്രോ ആവണം. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളുടെ വീടും നിങ്ങളെയും വളരെ സൗന്ദര്യമുള്ളതാക്കി വയ്ക്കണം. അതായത് വീട്ടിൽ നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും വയ്ക്കുന്നില്ല, അതേപോലെ നിങ്ങളുടെ ആ ഒരു ശരീരത്തിലും ആ ഒരു വൃത്തി നിങ്ങൾ കൊണ്ടുവരണം. നല്ല ഗുഡ് ലുക്കായിട്ട് പുറത്ത് പോവുക, നല്ല ഒരുങ്ങി നല്ല ഒരു പേഴ്സണാലിറ്റി, നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ കൊണ്ടുവരിക. ഇവിടെ നല്ല നല്ല വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും മഹാലക്ഷ്മി നിങ്ങളുടെ മേൽ അട്രാക്ഷൻ കാണിക്കുന്നുണ്ട് എന്ന്. നമ്മളെപ്പോഴും നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഇവിടെ നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണോ അതിലൂടെയാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് എനിക്ക് എന്നെക്കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്നാണെങ്കിൽ ഒന്നും സാധിക്കത്തില്ല, മറിച്ച് ഞാൻ ഫേമസ് ആവണം, എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത് സാധിച്ചു തരും ദൈവം. അതാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് പോലെയാണ്. അത് ചിലപ്പോൾ നമുക്ക് എഫേർട്സ് ആയിട്ട് നിൽക്കും, ചിലപ്പോൾ നമുക്ക് ഫേവറായിട്ടല്ല എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. നമ്മളതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇനി നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നിങ്ങൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ഒരുങ്ങുകയും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മുന്നോട്ടുള്ള സമയം. ഇവിടെ സന്തോഷം നിങ്ങൾക്ക് നേരെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു റീഡിങ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് ആ വർക്കിൽ ഫുള്ളായിട്ടും 100% ആത്മാർത്ഥതയോടെ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നോക്കി പോവുക. ഉറപ്പായിട്ടും ദൈവം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തരുന്നതാണ്. നമ്മുടെ 100% നമ്മൾ കൊടുക്കുക, ബാക്കി ഈശ്വരൻ്റെ കയ്യിലാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളപ്പോൾ ഒരിക്കലും ധൈര്യം വെടിയാതെ സാഹസികരായിട്ട് മുന്നോട്ട് പോവുക.